പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപിടി നല്ല സ്ഥാനാർത്ഥികൾ നമ്മൾ ഉദ്ദേശിച്ച ചില മണ്ഡലങ്ങളിൽ അവർക്ക് മത്സരിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ തളിപ്പറമ്പിലാണ് അബ്ദുൾ റഷീദിനെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അബ്ദുൾ റഷീദിനെ തളിപ്പറമ്പിൽ നിന്ന് മാറ്റി മത്സരിക്കാനായിട്ട് ധർമ്മടത്തേക്ക് കൊണ്ടുപോയി. കാര്യം തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനാണ് പി.കെ. ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ചത്. അപ്പോൾ അതോടുകൂടിയാണ് അബ്ദുൾ റഷീദ് ധർമ്മടത്തേക്ക് പോകേണ്ടി വന്നത്. ധർമ്മടം പ്രേക്ഷകർക്കറിയുന്ന പോലെ കഴിഞ്ഞ തവണത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ഭൂരിപക്ഷം നേടിയ മണ്ഡലമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമാണ്. 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ചെറുതുമല്ല. വലിയ ഒരു വോട്ടുമല കടന്നു വേണം അബ്ദുൾ റഷീദിന് അവിടെ എത്താൻ. പക്ഷേ അബ്ദുൾ റഷീദ് വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രചരണത്തിൻ്റെ അവസാന ദിവസം. ധർമ്മടത്തെ വികസന മുരടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. മുഖ്യമന്ത്രിയുടെ വില്ലേജ് ഓഫീസ് പോലും വാടക കെട്ടിടത്തിലാണെന്നും തന്റെ ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാമെന്നും അബ്ദുൾ റഷീദ് പറഞ്ഞു. LDF പ്രവർത്തകർ രഹസ്യമായി UDFനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും 10,000 വോട്ടിന്റെ അട്ടിമറി വിജയം ഉറപ്പാണെന്നും അബ്ദുൾ റഷീദ് അവകാശപ്പെട്ടു. ഒന്ന് കേട്ടുവരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലുള്ള ഓട്ടത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. നമ്മളോടൊപ്പം ധർമ്മടം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ്. തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു അട്ടിമറി വിജയം തന്നെയാണോ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇപ്പം കൂടുതൽ ആത്മവിശ്വാസമാണ്. ഞാൻ ആദ്യം ഒരു ടൈറ്റ് ഫൈറ്റ് ഒരു ചെറിയ ലീഡാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഒരു വലിയ ലീഡിലേക്ക് പോകുമെന്നുള്ളതാണ് ധർമ്മടത്ത് ഈ അവസാന ലാപ്പിൽ എന്നെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം ലഭിക്കുന്നത്. കാരണം എല്ലായിടത്തും ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ലഭിച്ച സ്വീകരണമാണ് എന്നെ ഞെട്ടിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രതീക്ഷ ഭൂരിപക്ഷം ഒരു 15,000 കടന്നു പോവോ ധർമ്മടത്ത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അത്ര കാരണം എന്താ അറിയുമോ, ഈ ധർമ്മടത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടും ഒന്നും ജനങ്ങൾക്കൊന്ന് പൂർത്തീകരിച്ച് ഞാൻ തുടക്കം മുതൽ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട CM-നെ ഒന്നിരിക്കാൻ, ഒന്ന് ഫേസ് ടു ഫേസ് ഇരിക്കാൻ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രധാന സ്ഥാനാർത്ഥി UDF ആണല്ലോ. ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഇരിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കുണ്ടോ എന്ന് തുടക്കം മുതൽ ചോദിച്ചു. പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. ട്രഷറി വാടക കെട്ടിടത്തിലാണ്. അവിടെ സൗത്ത് ഉപജില്ലാ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ കെട്ടിടം വാടക കെട്ടിടത്തിലാണ്. അവസാനം അത് കണ്ണൂരിലേക്ക് മാറ്റാണ്. ഏറ്റവും കൂടുതൽ സർക്കാർ കെട്ടിടങ്ങൾ വാടക കെട്ടിടത്തിനകത്ത്, സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം അത് ഈ ധർമ്മട അസംബ്ലിയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ചില പരസ്യ സമ്പാദത്തിനുൾപ്പെടെ വെല്ലുവിളിച്ചതാണ് മുഖ്യമന്ത്രി. പക്ഷേ മുഖ്യമന്ത്രി അത് ഫേസ്ബുക്കിലൂടെ മാത്രം എന്ന രീതിയിലേക്ക് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഈ ഘട്ടത്തിലെങ്കിലും അദ്ദേഹം തയ്യാറാണെന്നുള്ള അഭ്യർത്ഥന. ഒരു 5 മിനിറ്റ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒന്ന് ഇരുന്ന് തന്നത്. 5 മിനിറ്റ് ലോകത്തിന് മുന്നിൽ ഞാൻ തെളിയിക്കാം. ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഈ കേരളത്തിലെ 140 ഏറ്റവും വലിയ പരാജയമായിരുന്നു എന്ന് അബ്ദുൾ റഷീദ് തെളിയിക്കാം. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? വലിയ കോൺഫിഡൻസ്, വലിയ ജനം തന്ന ആത്മവിശ്വാസമാണ്. ഞാനിവിടെ വന്നിറങ്ങുമ്പോൾ എനിക്ക് അത്രയും ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ലൊരു മത്സരം കാഴ്ചവെക്കാന്നുള്ള പ്രതീതിയായിരുന്നു ആദ്യ സമയത്ത്. പക്ഷേ ഇറങ്ങി നടന്നപ്പോഴാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനം എന്ന് പറയുന്നത് ഒരു പുകയുന്ന അഗ്നിപർവ്വതമായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആവേശത്തിൽ തന്നെയാണ്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുവേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. ശരി, താങ്ക് യു അർജുൻ.